ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് മൂൺ വാക്ക് എന്ന സിനിമയിലെ അഭിനേതാക്കൾ. ലെറ്റ് മീ ടെൽ യു ആക്ച്വലി ദ ഡാൻസേഴ്സ് ആണല്ലേ, ദ ഹീറോസ് ആൻഡ് ദ ഹീറോയിൻ ഓഫ് മൂൺ വാക്കും അതിന്റെ ഡാൻസ് മാസ്റ്റർ ശ്രീജിത്തുമാണ് ഇന്ന് നമ്മളിവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത്. Everybody got to move, move it to the music tonight. നമ്മൾ ഓൾറെഡി ഡാൻസേഴ്സ് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത്. പക്ഷെ ഇത് മാഷ് പറഞ്ഞെന്ന രീതി അതൊക്കെ കണ്ടപ്പോഴത്തേക്കോ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ അതിശയം. ഭയങ്കര ടഫായിരുന്നു. ആ ബ്രേക്കും ആ ഒരു വേവ്സും ഇതൊക്കെ നമ്മൾ വേറെ സ്റ്റൈൽ കളിച്ചു വന്ന ആൾക്കാരാണല്ലോ. സമയത്തൊക്കെ എടുക്കണ്ടേ ഒരുമിച്ച് എല്ലാവരും കളിക്കുന്ന സമയത്ത് ഞാനൊക്കെ സിനിമാറ്റിക് കളിച്ചു പെട്ടെന്ന് മൈക്കൽ ജാക്സന്റെ ഫിഗർ ചെയ്യുന്നു. വെരി ഗുഡ്. ഞാൻ പ്രാക്ടീസിന്റെ ഇടയ്ക്ക് ഒരു ദിവസം എന്റെ അടുത്ത് ഞായറാഴ്ച രാവിലെ പറഞ്ഞു ഈ പള്ളിയിൽ പോകണം, എന്റെ കൂടെ വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ പോവാം, രാവിലെ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പോവാം. പോയിട്ട് അവിടെ പള്ളി കുറെ ഇരുന്ന് അങ്ങോട്ട് ഇവിടെ സംസാരമൊന്നുമില്ല. തിരിച്ച് ഞങ്ങളുടെ ആരുടെ ബൈക്ക് എടുത്തിട്ടാണ് പോയത്. തിരിച്ചു വരും പറയാണ് ഞാൻ തിരിച്ച് ചാലക്കുടി പോയാലോ പറ്റുന്നില്ല. വേറെ പ്രൊമോഷൻ പോയപ്പോഴേക്കും അപ്പൊ മനോജും പിന്നെ കൂടെ ഫണ്ട് നിന്ന് ലീഡ് ചെയ്തോണ്ടിരിക്കുക. യാതൊക്കെ പുറകെ നിന്ന് അനു ഓടിച്ചു പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ആ ഒറ്റ പടം കൊണ്ട് തന്നെ ഒരു സ്റ്റാർ ലെവലിലേക്കായി. അത് എനിക്ക് ഭയങ്കര പണി കിട്ടി. ഞാൻ എൻ്റെ അടുത്ത പടം ചെയ്യാൻ പോകുന്നത് കമലഹാസനായിട്ടാണ്. അപ്പോൾ ആ പടത്തിൽ കമലഹാസനായിട്ട് ഒരു കോമ്പറ്റീഷൻ ഡാൻസ് എൻ്റെ വയറിലേക്ക് അല്ല നമ്മളൊന്ന് ഒന്ന് കാണിച്ചത് എൻ്റെ ഡാൻസ്. അല്ല നമുക്കൊന്ന് കാണാമല്ലോ. ആശ അവിടെ കൈ കാണിക്കണം. അപ്പൊ നിർത്തിക്ക. അപ്പോഴേ വേവ് പഠിക്കാറിയോ? ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് മൂൺ വാക്ക് എന്ന സിനിമയിലെ അഭിനേതാക്കൾ. ലെറ്റ് മീ ടെൽ യു ആക്ച്വലി ദ ഡാൻസേഴ്സ് ആണല്ലേ, ദ ഹീറോസ് ആൻഡ് ദ ഹീറോയിൻ ഓഫ് മൂൺ വാക്കും അതിന്റെ ഡാൻസ് മാസ്റ്റർ ശ്രീജിത്തുമാണ് ഇന്ന് നമ്മളിവിടെ മൂൺ വാക്കിന്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുകയാണ്. രവീന്ദ്രൻ, നിങ്ങളുടെ സ്വന്തം രവീന്ദ്രൻ. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? നിങ്ങളുടെ മാഷ് ശ്രീജിത്ത് മാഷ് അറിയാമോ? ശ്രീജിത്ത് മാഷ് ഞങ്ങളും തമ്മിലൊരു ബന്ധമുണ്ട്, അറിയാമോ? ഒരുപാട് വർഷം, ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ഈ ഇതേപോലത്തെ പിള്ളേരെ പോലെ ആയിരുന്നു അന്ന് ഡാൻസ് ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പിലെ മെമ്പറായിരുന്നു ശ്രീജിത്ത്. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ വന്ന്, ഞാൻ മദ്രാസിൽ നിന്ന് ഇവിടെ വന്ന സമയം, അപ്പോൾ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ 80-ൽ വന്ന് അവിടെ അന്ന് ഡാൻസിൻ്റെയൊക്കെ കാലങ്ങളുള്ള സമയം. 90-സിലായപ്പോഴാണ് ഞാൻ ഇവിടെ ഞങ്ങളുടെ കമ്പനിയുടെ ബന്ധമായിട്ട് നമ്മളൊരു ഡാൻസ് കോമ്പറ്റീഷൻ ഇവിടെ ലോഞ്ച് ചെയ്തു ആദ്യമായിട്ട്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല കേരളത്തിൽ. അങ്ങനെ ആ ഡാൻസ് കോമ്പറ്റീഷനിൽ തിരുവനന്തപുരത്ത് ഒരു ഗ്രൂപ്പുണ്ട്, ഫുഡ് ലൂസേഴ്സ്. അവർ കൊച്ചിയിലൊരു ഗ്രൂപ്പ് വന്നു. ആ ഗ്രൂപ്പിലൊരു മെമ്പറായിരുന്നു ശ്രീജിത്ത്. വർഷങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ വരുമ്പോൾ ഞങ്ങൾ പരിചയപ്പെടുമ്പോൾ ഓർമ്മയുണ്ട് തന്നെ ഞാൻ അന്ന് ആ ഗ്രൂപ്പിലുണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ അന്ന് ഡാൻസായിട്ട് വന്ന് ഇന്ന് ഡാൻസ് മാസ്റ്ററായി നാഷണൽ സ്റ്റേറ്റ് അവാർഡ് വരെ മേടിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹമാണ് നിങ്ങളുടെ വന്നിട്ടുള്ള ഡാൻസിനായിട്ട് ഉപയോഗിക്കുന്നത്. സോ ടുഡേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് ഡാൻസിനെ കുറിച്ചുള്ള ഒരു പടം വരുന്നു. ഞങ്ങളുടെ കാലത്ത് ഇപ്പോൾ മൈക്കിൾ ജാക്സന് മുമ്പുള്ളൊരു ത്രില്ലായിട്ട് വന്നവനാണ് ഞാൻ. സാറ്റർഡേ നൈറ്റ് ഫീവർ എന്ന് പറഞ്ഞൊരു പടം, അത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? അതാണ് ആക്ച്വലി ഡാൻസിൽ വന്നിട്ട് സിനിമ ലോകത്തൊരു കോളൊരുക്കം സൃഷ്ടിച്ച പടം വന്നിട്ട്. ജോൺ ട്രവാൾട്ട
അഭിനയിച്ച പടമാണത്, സാറ്റർഡേ നൈറ്റ് ഫീവർ. അതൊരു ഡിസ്കോത്തെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ സാറ്റർഡേയിലുമുള്ള യൂത്ത് വന്ന് ഡാൻസ് ചെയ്യുന്ന ഒരു ഡിസ്കോത്തേനെ ബേസ് ചെയ്തിട്ടുള്ള അതിനെ സെൻറ്ററാക്കി വെച്ചുകൊണ്ട് അതിന് ചുറ്റുപാട് നടക്കുന്ന ഡാൻസേഴ്സും അവരുടെ ഇടയിലുള്ള കോമ്പറ്റീഷനും അവരുടെ പ്രശ്നങ്ങളും അവരുടെ കാര്യങ്ങളുമാണ് ആ കഥയിലേക്ക് വന്നത്. അതോടുകൂടി ജോൺ ട്രവോൾട്ട ഭയങ്കര ഹിറ്റായി. ഗ്രീസ് എന്ന് പറഞ്ഞ പടത്തിന് അതിന് മുമ്പ് വന്ന അദ്ദേഹം അതിലൊക്കെ അയാൾ ഡാൻസ് ചെയ്തിരുന്നു. അങ്ങനെ ജോൺ ട്രവോൾട്ട അതൊരു 78, 79 അങ്ങനെ 80 ഞങ്ങൾ വരുമ്പോൾ ജോൺ ട്രവോൾട്ട സ്റ്റൈലായിരുന്നു. പിന്നീടാണ് അപ്പോഴാണ് ഈ അമേരിക്കൻ ആഫ്രിക്കൻസിൻ്റെ വന്നിട്ടുള്ള ഈ ബ്രേക്ക് ഡാൻസ് എന്ന് പറഞ്ഞ ഒരു സംഭവം വന്നിട്ട് അമേരിക്കയിൽ ഭയങ്കരമായിട്ട് ഫേമസ് ആവുകയാണ്. സ്ട്രീറ്റിൽ കയറിയിട്ട് അവർ ഡാൻസ് ചെയ്യുന്നു. ആ സമയത്താണ് മൈക്കിൾ ജാക്സൻ്റെ ബില്ലി ജി വരികയും മൈക്കിൾ ജാക്സൺ ഭയങ്കര തരംഗമായിട്ട് വരും. അവിടെയാണ് ബ്രേക്ക് ഡാൻസിൻ്റെ വേവ്. സോ നിങ്ങളെല്ലാം വേവ് അടിക്കുന്ന ആൾക്കാരാണ്. വേവ്, കംപ്ലീറ്റ് വാള്, റോപ്പുള്ള്, മനസ്സിലായ ഇത്തരം കാര്യങ്ങൾ, മൂൺ വാക്ക്, അത് തന്നെയാണ് ഈ പടത്തിൻ്റെ പേരും അല്ലേ? വെരി ഗുഡ്. സോ ഇത്തരം കാര്യങ്ങൾ പെട്ടെന്ന് ഈ 80-ലൊരു തരംഗമായിട്ട് മാറുക. എങ്ങനെ ബ്രൂസ്ലി മറ്റേ കുംഫുവിനെ വന്നിട്ട് ഇവിടെ ഫേമസ് ആക്കിയോ, അതേപോലെ മൈക്കിൾ ജാക്സൺ എന്നുള്ളൊരു സംഭവമാണ് പിന്നീട് മുഴുവൻ അറിയപ്പെടുന്നത്. അപ്പോൾ മൈക്കിൾ ജാക്സൺ ആ പാട്ട് ഹിറ്റായതോടുകൂടി അടുത്തത് ത്രില്ലർ ഇറങ്ങുവാണ്. ത്രില്ലർ ഇറങ്ങിയതോടുകൂടി വന്നിട്ട് വാവ്, എവരിബഡി വാസ് ദാറ്റ് കംപ്ലീറ്റ്. അപ്പോൾ അതോടുകൂടി വന്നിട്ടുള്ളത് ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്ന പേരങ്ങ് വന്നിട്ട് നമ്മുടെ നാട്ടിലും എല്ലാം അവിടുത്തുമായിട്ട് അതങ്ങ് പരക്കുവാണ്. പിന്നീടുള്ള മ്യൂസിക്കിലും ഡാൻസിലും സിനിമയിലും എല്ലാം ആ സമയത്ത് വേവ് മസ്റ്റാക്കി, റോപ്പ് മസ്റ്റാക്കി, പിന്നെ നമ്മൾ താഴെ അടിക്കുന്ന സാധനം മസ്റ്റാക്കി, അങ്ങനെ എല്ലാം ബ്രേക്ക് ഡാൻസിൻ്റെ സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. സോ എനിക്ക് തോന്നുന്നത് ആ കാലഘട്ടത്തിനെ അനുസ്മരിപ്പിക്കുന്ന അതിൻ്റേതായിട്ടുള്ള ഒരു കഥയുമായിട്ടാണ് നിങ്ങൾ വരുന്നതെന്ന് തോന്നുന്നു അല്ലേ? സോ ഒരു നൊസ്റ്റാൾജിയ നിൽക്കുവാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും വന്നിട്ടുള്ള റോളുകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. ആരാണ് ഇതിനകത്തേക്ക് ഡാൻസൊക്കെ ചെയ്യുന്നതിനകത്തുള്ളത്? ഈ എല്ലാവരും ഡാൻസേഴ്സാണ് അല്ലേ? എല്ലാവരും ആരൊക്കെയാണ്? എല്ലാവരും കോറിയോഗ്രാഫേഴ്സാണ്. ഓ, തിരുവനന്തപുരത്ത്. അതെ. നിങ്ങളുടെ എന്താ ഗ്രൂപ്പിന്റെ പേര്? എൻ്റെ സ്റ്റുഡിയോയുടെ പേര് M Dance Studio എന്നാണ്. ഓക്കെ. അത് എറണാകുളമാണോ ഇവിടെയാണ്? തിരുവനന്തപുരം. ഓ, വെരി ഗുഡ്. നിങ്ങളുടെ ഈ പടം അപ്പോൾ ഇതിനകത്ത് വന്നിട്ട് വേവ് അടിക്കുന്ന ആൾക്കാർ അങ്ങനെ അതെല്ലാം വെച്ചിട്ടാണോ ഇതിന്റെ കഥ പോകുന്നത്? എങ്ങനെയാണ്? ഓരോരുത്തരും പറയും, ഞാൻ പറയാം. എന്റെ ഈ പടത്തില് ക്യാരക്ടറിന്റെ പേര് മിന്നൽ ഷാ എന്നാണ്. അപ്പൊ ഞാൻ ഇവിടുത്തെ ഡാൻസർ ഒന്നുമല്ല, പക്ഷെ ഒരു കൂട്ടത്തിൽ ലൈറ്റ് കറക്കാനും പിടിക്കാനും സൗണ്ട്സ് വെക്കാനൊക്കെ പോകുന്നതാണ്. പക്ഷെ അവസാന ഘട്ടത്തിൽ ക്രിസ്പ്രവത്തിൽ ഡാൻസ് ചെയ്യുന്ന വ്യക്തിയാണ്. ഞാനിതിൽ സുരാന്നുള്ള ക്യാരക്ടറാണ്. ഡാൻസ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. മൈക്കിൾ ജാക്സന്റെ ഫിഗർ ചെയ്യുന്നത്. ആണോ? ഓ, വെരി ഗുഡ്. ഞാൻ ആണോ? ഓ, വെരി ഗുഡ്. ആക്ച്വലി ഞാൻ തിരുവനന്തപുരത്ത് ഒരു പയ്യനുണ്ട്, സുജി എന്ന് പറഞ്ഞാൽ. അവൻ ഈ മൈക്കിൾ ജാക്സൻ്റെ ഡ്രസ്സൊക്കെ തയ്പ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അവൻ ചെയ്യുന്നുണ്ടെന്നറിയാം. ഞാൻ പറഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പ് നന്നായിട്ട് മൈക്കിൾ ജാക്സൻ്റെ അവൻ അതിൻ്റെ ഫുൾ ഡ്രസ്സ് അങ്ങനെ എല്ലാം വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് തന്നെ സുജി എന്ന് പറഞ്ഞിട്ട് അറിയാം. വേണ്ട, ഇവൻ സ്വയമായിട്ട് അതിൻ്റെ ഫുൾ ഡ്രസ്സെല്ലാം. പക്ഷേ ഇത് ഭയങ്കര മൈക്കിൾ ജാക്സൻ്റെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ. ഫൈൻ, ഓക്കെ. നമ്മൾ ഇതിനിടെ കഴിഞ്ഞ റൗണ്ട് കഴിഞ്ഞാൽ പുള്ളിയുടെ ചില മൂൺവാക്കൊക്കെ നമുക്ക് കാണാം. അടുത്ത എന്റെ പേര് പ്രേം എന്നാണ്. ഞാൻ സുദീപ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. അപ്പൊ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയൊക്കെ ആയിട്ടാണ് അതിന്റെ തോന്നുന്നത്. ട്രെയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഡാൻസിന്റെ ട്രെയിനിങ്ങും പരിപാടിയൊക്കെ ആയിട്ടുള്ള പരിപാടിയാണ് അതിന്റെ അകത്ത്. നിങ്ങൾ ട്രെയിൻ ചെയ്യാണ് ഇവരെ? ഓക്കെ. എന്റെ പേര് ഋഷി എന്നാണ്. ഞാൻ ഈ പടത്തില് വരുൺ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബ്രദറും ഉണ്ട്, അരുൺ എന്ന് പറഞ്ഞ, വരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോ നമ്മൾ രണ്ടുപേരും ഈ ഫുൾ ടൈം നമ്മളെല്ലാവരും ഒരു ഗ്യാങ് ആണ്. ആക്ച്വലി ആ ഗ്യാങ്ങിൽ തന്നെ ഉള്ള ഒരാളാണ്. എല്ലാത്തിനും നമ്മളിങ്ങനെ എല്ലാ കാര്യത്തിലും ഒരുമിച്ചാണ് പോകുന്നത്. ഇപ്പൊ ഡാൻസ് ആണെങ്കിലും വേറെ എന്തെങ്കിലും ആണെങ്കിലും ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എല്ലാത്തിനും നമ്മൾ ഒരുമിച്ച് തന്നെയാണ്. ഈ മൂൺ വാക്ക് എന്നുള്ള പേരിടാൻ കാരണം എന്താ? ഇതിനകത്തുള്ള നിങ്ങൾക്ക് തോന്നിയ എന്താ ഒരു പേരിടാൻ കാരണം? ഈ പടം ആക്ച്വലി ഡാൻസ് അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ഈ പേരും നിങ്ങളുടെ ക്യാരക്ടറുമായിട്ടുള്ള ബന്ധം എന്താണ്? ഈ ഡാൻസും ഒക്കെ ആയിട്ടുള്ള ഈ പടം ആക്ച്വലി ഇപ്പം മൂവർക്ക് നമ്മൾ ഡാൻസ് ആണ്. പക്ഷെ ഈ ഡാൻസിലേക്ക് വന്ന ആൾക്കാരുടെ ഒരു സ്ട്രഗിളാണ്. ഡാൻസ് ഇഷ്ടപ്പെട്ട കുറച്ച് പിള്ളേർ എങ്ങനെയാണ് അവർ ഈ ഡാൻസിലേക്ക് എത്തുന്നത്, അവരെങ്ങനെയാണ് അവരുടെ ലൈഫാണ് ഇതിനകത്ത് വരുന്നത്. പറഞ്ഞോ. എന്റെ പേര് അനുവാദ് എന്നാണ്. ഞാൻ ജയിക്കുന്നു പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇവരെല്ലാവരും കൂടെ അങ്ങനെ കളിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു പൈനായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്.
അപ്പോൾ ഞാൻ ബേസിക്കലി ഡാൻസർ ഒന്നുമല്ല. ഇതിങ്ങനെ ഓഡിഷന് വന്ന് ഇങ്ങനെ സെറ്റ് ആയിട്ട് ഇവരുടെ കൂടെ ഡാൻസ് ഒക്കെ ട്രെയിൻ ചെയ്യും. ആശാന്റെ അറിവിലെത്താൽ ഡാൻസ് ഒക്കെ ചെയ്തു മടിച്ചു പൊളിച്ച് അങ്ങനെ ഒരു ഡാൻസർ ആയി. എൻ്റെ പേര് നൈനിത. ഞാൻ ഇതിനകത്ത് സീന റഷീദ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ഞാൻ മൂവിയിൽ ഒരു ഡാൻസർ അല്ല, ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിട്ടാണ്. ഓ വെരി ഗുഡ്. ഡാൻസ് ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ ചെയ്യുന്നില്ല. ഓക്കെ. ഇയാളോ? എൻ്റെ പേര് മീനാക്ഷി. അത് ഞാൻ ഇതിൽ ഷേർലി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യും. ജെയ്ക്കിൻ്റെ കസിനാണ്. ഇവരെല്ലാവരുടെയും ഒരു മൂത്ത ചേച്ചി പോലെ, പക്ഷെ ഇവരായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. ഞാൻ ഭയങ്കര കമ്പനിയാണ്, ഒരു ക്യാരക്ടർ റോളാണ്, ഭയങ്കര കമ്പനിയാണ്. എല്ലാവർക്കും സ്നേഹമുള്ള ഒരു ചേച്ചി. ഓ വെരി ഗുഡ്. ഇയാളല്ലേ വന്നിട്ട് നമ്മുടെ ബെസ്റ്റ് ആക്ടർ അതിനകത്തൊക്കെ ചെയ്ത് നായിക അല്ലേ? ഭയങ്കര പെർഫോമൻസ് ആട്ടോ അല്ലേ? ഞാൻ ഈ ഇടയ്ക്ക് വേറെ ഭയങ്കര ഹിറ്റായ സിനിമയിൽ പ്രേമലുവിലും വന്നിട്ട് ഭയങ്കര പെർഫോമൻസ് ആയിട്ട് എന്താണ് പറഞ്ഞു. ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. എൻ്റെ പേര് മനോജ് മോസസ് എന്നാണ്. ഇതിൽ ഞാൻ കരാട്ട ഷാജി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇത് മുൻപോക്കിലെ ഒരു ക്രൂവിലുള്ള ഒരാളാണ്. സാർ, എൻ്റെ പേര് സിദ്ധാർത്ഥ് എന്നാണ്. ഞാൻ ഇതിൽ ഷിബു എന്ന് പറയുന്ന ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ ഗ്യാങ്ങിൽ തന്നെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പയ്യൻ്റെ ഒരു ക്യാരക്ടർ. അത് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, സാധനങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നവര്. എൻ്റെ പേര് അപ്പു എന്നാണ് സാർ. ഞാൻ നിന്റെ അടുത്തുണ്ടല്ലോ. അനി എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. ഇവരുടെ കൂടെ ആയിട്ടുള്ളത്. പക്ഷെ ഡാൻസിലൊന്നുമില്ല. പക്ഷെ ഡാൻസിലൊന്നുമല്ല. എൻ്റെ പേര് അരുൺ എന്നാണ്. ഞാൻ ഇതിൽ സാൻഡി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്നു. ഡാൻസർ അല്ല, പക്ഷേ ഈ പടത്തിൽ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഡാൻസ് ചെയ്യുന്നുണ്ട്. അല്ല, നിങ്ങൾ ഡാൻസർ ലൈഫിൽ ഡാൻസർ ആവണമെന്നില്ല. അത് ഇതുമായിട്ട് ബന്ധമില്ല. കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഡാൻസ് ചെയ്യണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അത് തന്നെ. അപ്പോൾ മാസ്റ്റർ പറയും. മാസ്റ്റർ ഇതിൽ വളരെ കുറച്ച് ആളുകൾ മാത്രം ഡാൻസറായിട്ടുള്ളൂ, ഡാൻസ് ചെയ്യുന്നവരായിട്ടുള്ളൂ. ആക്ച്വലി ട്രെയിൻഡ് ആയിട്ടുള്ളവർ. ഒരു 1 മന്തിനേറെ ഇവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഡാൻസ് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് 3 മാസമാണ് ശരിക്കും ആക്ച്വലി. പക്ഷെ അതിലപ്പുറം ഇവർക്ക് ആക്ടിങ്ങും എല്ലാ ട്രെയിനിങ്ങും ഉണ്ടായിരുന്നു. അവർക്ക് ഒരു വർക്ക്ഷോപ്പ് വെച്ചായിരുന്നു അല്ലേ? നിങ്ങൾ ഒന്ന് ഓഡിഷൻ ചെയ്തെടുത്ത് നിങ്ങളെ തയ്യാറിപ്പിച്ചിട്ട് ഇതിലേക്ക് കൊണ്ടുവരുവാണ്. മലയാള സിനിമ അങ്ങനെ പിടിക്കുക എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പുതു നായികമാരും കൂടി ഇറങ്ങുവാണ് അല്ലേ? അടിപൊളി. ഓക്കെ. അറിയില്ലാത്തൊരു ടാസ്ക് എന്ന് പറയുന്നത്, കാരണം ബ്രേക്ക് ഡാൻസ് പഠിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടെ ടാസ്ക്കാണ്. കാരണം ഇവർ ബോഡിയിൽ അങ്ങനെ ഒരു സ്റ്റിഫ്നെസ്, ചില സമയത്ത് സ്റ്റിഫായിരിക്കണം, ചില സമയത്ത് ഫ്ലോയി മൂവ്മെന്റ്സ് വേണം. അപ്പം എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു രീതി കൊണ്ടുവരാന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. കുറച്ച് ടൈം എടുത്തു ഇവർക്ക് ആ ഒരു സ്റ്റൈല് പിക്ക് ചെയ്യാനായിട്ട്. അതാണ് ഇതിൻ്റെ അകത്തൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തത്. പക്ഷെ എങ്കിലും ഇവരെല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതെ, ഷുവറായിട്ട്. അല്ല, ഇതിനകത്ത് എന്തറിയാമോ, ഇത് എപ്പോഴും ഇത് സംഭവിക്കുന്ന നമ്മുടെ ഇഷ്ടത്തിന് ഡാൻസ് ചെയ്ത് വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമയിലേക്ക് കയറുമ്പോഴത്തേക്കും എപ്പോഴും വന്നിട്ട് ട്രാൻസിഷൻ പീരീഡ് ഉണ്ട്. സിനിമയിലെ മൂവ്മെൻറ്റും നമ്മളുമായിട്ട് വന്നിട്ട് അതിൻ്റെ റിതം പിടിക്കാനായിട്ട് അതിൻ്റെ സ്റ്റൈലിലേക്ക് വരാനായിട്ട് കുറേ ബുദ്ധിമുട്ടേണ്ടി വരും ശരിക്കും. അത് ആക്ച്വലി സ്റ്റൈൽ ആയതുകൊണ്ടാണ്, ഇങ്ങനത്തെ ഒരു സ്റ്റൈൽ ഒരു പർട്ടിക്കുലർ സ്റ്റൈൽ ആയതുകൊണ്ടാണ് ആ ഒരു ടഫ് ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ നോർമലി സിനിമകളിൽ എല്ലാ രീതിയിലും നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇത് ഒരു ആ പീരീഡിലൊരു മൂവി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു മൂവ്മെന്റ് രീതികൾ ഇവർക്ക് ഫോളോ ചെയ്തു. കാരണം ഇപ്പോഴത്തെ പുതിയ രീതി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ബൗൺസിങ് കൂടുതലുള്ള ഒരു രീതിയാണ്. അതുകൊണ്ട് അന്നത്തെ കാലത്ത് കുറേ വ്യത്യാസമുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റി ചെയ്യാൻ ഒരു ടാസ്ക് ഉണ്ട്. അത് കറക്റ്റാണ്. നിങ്ങൾ ശരിയാണ്. നിങ്ങൾ ഇപ്പോഴത്തെ ട്രെൻഡിൽ നിന്ന് ബാക്കിലേക്കുള്ള ട്രെൻഡിലേക്ക് പോകാനായിട്ട് വരുമ്പോൾ ആ ടോട്ടലി വന്നിട്ടുള്ള ഈ ബൗൺസിംഗ് എന്നുള്ള മാറുന്ന ഹിപ്പ് ഹോപ്പിൽ നിന്നൊക്കെ മാറി വരുന്ന ആ ഒരു സാധനത്തിലേക്ക് പോകുമ്പോൾ അന്നത്തെ ആ ഡാൻസ് വരുമ്പോൾ വളരെ വ്യത്യാസം ഉണ്ടാവും. സാറ് തുടങ്ങിയപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഞാൻ അതിലേക്ക് വരുന്നത്. ഞാനത് കഴിഞ്ഞ് ജോൺ ട്രാവോൾട്ടയുടെ സിനിമ കണ്ട് അതായിരുന്നു പ്രാക്ടീസ് ഞങ്ങൾ ചെയ്തിരുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ. സിനിമയിലേക്ക് കയറുമ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഡാൻസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം ഫേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ, സിനിമയുടെ അന്ന് ഇത് വരുന്നില്ല. ഈ ജോൺ ട്രാവോൾട്ട അത്ര കയറിയിട്ടില്ല. അന്ന് രഘുമാസ്റ്ററിൻ്റെ കൂടെയുള്ള കുമാർ മാത്രമാണ് ഈ ജോൺ ട്രാവോൾട്ടയുടെ മൂവ്മെൻറ്റ് ചെയ്യുള്ളൂ. ബാക്കിയിരിക്കുന്നത് മുഴുവനും വന്ന് സിനിമാറ്റിക് ഡാൻസ് ചെയ്യുന്ന മൂവ്മെൻറ്റാണ്. അതൊരു ബേസിക് റിതം വേറെയാണ് ശരിക്കും. അപ്പോൾ അതും നമ്മളത് പ്രാക്ടീസ് ഇല്ലല്ലോ. അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടി വരും ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഞാൻ അങ്ങനെ രഘുമാസ്റ്ററുടെ കൂടെ
എൻ്റെ പടം റിലീസ് ഒരു തരം ആവുന്നതിന് മുമ്പ് ഞാൻ അഭിനയിച്ച പല പടങ്ങളുണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് അഭിനയിക്കാനുള്ള വർക്ക് കിട്ടി. ഞങ്ങൾ പലരുമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ചുരുണമുടിയും ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് ഒരുത്ത പയ്യനുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് കാര്യങ്ങൾ കിട്ടിയായിരുന്നു. അപ്പോൾ ആ ഡാൻസ് ചെയ്യാനായിട്ട് ആദ്യമേ വന്നിട്ട് വളരെ നമ്മൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാൻ. അങ്ങനെ ഇവരുടെ അടുത്ത് നിന്ന് മാസ്റ്ററുടെ അടുത്ത് ഞാൻ എപ്പോഴും പോവുക, വീട്ടിൽ പോയിരുന്ന് പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്താണ് ആ സിനിമയിൽ മുഴുവൻ അഭിനയിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ ഏറ്റവും ഫേസ് ചെയ്യേണ്ട ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഗ്രേറ്റ് ഡാൻസേഴ്സിൻ്റെ ഒപ്പമാണ് ഞാൻ പിന്നെ ചെയ്യേണ്ടത്. എൻ്റെ ആദ്യത്തെ പടം ഭയങ്കര ഹിറ്റായി. അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്ത ഡാൻസായിരുന്നു. അത് 3 വർഷമായിരുന്നു. അതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസാണ്. അവർ മാസ്റ്ററോട് പറഞ്ഞ് നീ കുറച്ച് മൂവ്മെൻറ്റ് മാത്രം മാസ്റ്റർ അവർക്ക് കൊടുത്താൽ മതി. ലൈക്ക് ഡപ്പാങ്കൂത്ത് അത് ഞാൻ അവിടെ നിന്നാണ് പഠിച്ചെടുത്തത്. ഞങ്ങൾക്ക് പിന്നെ അത് സ്ഥിരമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഞങ്ങൾ ചെയ്യുന്നതുകൊണ്ടും കണ്ടുകൊണ്ട് ഡപ്പാങ്കൂത്ത് എപ്പോഴും ഉണ്ട്. അത് അവർ മരിച്ചാലും വന്നിട്ട് സന്തോഷമായാലും ഒക്കെ വന്ന് ഈ ഡപ്പാങ്കൂത്ത് ഡാൻസ് ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങളിത് കണ്ട് അത് ചെയ്ത് പ്രാക്ടീസാണ്. മനസ്സിലായി ആ സാധനം വരുന്നത്. അപ്പോൾ അതെല്ലാം വരുന്നത് നമുക്ക് ഈസി ആയിരുന്നു. അല്ലാതെ ഭരതനാട്യത്തിൽ ഞങ്ങൾക്ക് ഇവിടെയും പ്രാക്ടീസ്. ഞാൻ തൃപ്പൂണിത്തുറക്കാരനാണ്. ഇതാണ് കലാമണ്ഡലം കൃഷ്ണൻ നായരാണ് എൻ്റെ തൊട്ട് അപ്പുറത്തെ വീട്, കല്യാണിക്കുട്ടി അമ്മയുടെ വീടാണ്. അപ്പോൾ നമുക്ക് അതിനോട് എല്ലാത്തിൻ്റെയും മൂവ്മെൻറ്റ് നമ്മുടെ ബോഡിയിലുണ്ട്. പ്ലസ് ഞങ്ങൾ പഠിച്ചിട്ട് വന്ന ഈ ഡിസ്കോ കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ച് മൂവ്മെൻറ്റ് കൊടുത്തിട്ട് അകത്തിനകത്തേക്ക് മാസ്റ്ററോട് പറയാൻ പറ്റും. ബാക്കി സ്റ്റേജിൽ ഞാൻ കയറി ഡാൻസ് ചെയ്യുന്നതായിരുന്നു ആ സീക്വൻസ്. ഫസ്റ്റ് സ്റ്റേജിൽ നമ്മുടെ കോളേജിൻ്റെ സാധനം വന്നത്. അപ്പം നമ്മൾ കയറി അങ്ങ് തകർക്കുവാണ് മൂവ്മെൻറ്റ് വന്നിട്ട്. നമ്മൾ ഇഷ്ടത്തിന് മ്യൂസിക് അടിച്ച് ആ ഒരു തകർക്കാം. ആ സാധനം ഭയങ്കരമായിട്ട് ഹിറ്റായി. കാരണം അത് സാധാരണ മൂവ്മെൻറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആയിട്ട് അത് പെട്ടെന്ന് കാണുകയും പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ആ ഒറ്റ പടം കൊണ്ട് തന്നെ ഒരു സ്റ്റാർ ലെവലിലേക്കായി. അത് എനിക്ക് ഭയങ്കര പണി കിട്ടി. കാരണം ഞാൻ എൻ്റെ അടുത്ത പടം ചെയ്യാൻ പോകുന്നത് കമലഹാസനായിട്ടാണ്. അപ്പോൾ ആ പടത്തിൽ കമലഹാസനായിട്ട് ഒരു കോമ്പറ്റീഷൻ ഡാൻസ് ഉണ്ട്. എൻ്റെ വയറിലായിപ്പോയി. പിന്നെ ഞാൻ അതിന് അപ്പോൾ അത് നമുക്ക് സ്റ്റേജിൽ ഡാൻസ് ചെയ്യുമ്പോൾ 1 ഇഞ്ച് പോലും നമ്മൾ ബാക്കിലേക്ക് ആവാനും പാടില്ല. നമ്മുടെ കോമ്പറ്റീഷനാണ്. അപ്പോൾ എന്നെക്കാളെയൊക്കെ എത്രയോ വലിയ ഡാൻസറാണ്. അപ്പോൾ അത് ഉണ്ടായതോടുകൂടി അതാണ് ഭയങ്കര ത്രില്ലായി. കാരണം അതൊരു കുറേ ദിവസം എടുത്തു. ഒരു 3-4 ദിവസം കൊണ്ടാണ് അത് 2 മണിക്കൂർ ചെയ്തത്, ഷൂട്ട് ചെയ്ത് തീർത്തത്. ഈ ഷൂട്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഈ സ്റ്റുഡിയോയിലാണല്ലോ. ആ കംപ്ലീറ്റ് സ്റ്റുഡിയോയിലുള്ള മറ്റ് ആക്ടേഴ്സ് മുഴുവൻ ഇവിടെ ഉണ്ടാവുക. ഇതെന്ത് സംഭവിക്കുന്നത് കാണാനായിട്ട് ഞാൻ ആകസ്മികമായിട്ട് വന്നിട്ട് സ്റ്റാറായി പെട്ടെന്ന്. അപ്പോൾ ഡാൻസിൻ്റെ ഭയങ്കര ഹരായി. നമ്മൾ കോളേജ് സ്റ്റുഡൻ്റായിട്ട് ചെയ്തേക്കണം. അപ്പോൾ ആ ഡാൻസ് കോളേജിൽ ഈ ഭയങ്കര മൂവ്മെൻറ്റ് മറ്റുള്ള ഡിസ്കോൻ്റെ ട്രവോൾട്ടയുടെ മൂവ്മെൻറ്റായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ആ സംഭവം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് മൂവ്മെൻ്റ് ആക്കി കഴിഞ്ഞപ്പോൾ അതിനൊരു ക്രേസ് ഉണ്ടായിരുന്നു ശരിക്കും. അപ്പോൾ എല്ലാവരും വന്നാൽ ഇത് എന്ത് സംഭവിക്കുന്നു കാണാൻ അത് ഭയങ്കര ടെൻഷൻ തന്നെയായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഡാൻസ് ചെയ്യേണ്ട ജയമാലിനി, അന്ന് ഡാൻസറായിട്ട് ജീവിച്ച് വളർന്ന ജയമാലിനി, എല്ലാ ഡാൻസേഴ്സിൻ്റെ ഒപ്പം എനിക്ക് ഡാൻസ് ചെയ്യേണ്ടി വന്നു. എല്ലാ ഡാൻസിൻ്റെ ഒപ്പം. ഇത് കൂടാതെ ഞാൻ പറയുന്നത് എൻ്റെ ലൈഫിൽ ശോഭനയായിട്ട് ഞാൻ മോഹിനിയാട്ടം ചെയ്യേണ്ടി വന്നു, രംഗത്തിൽ ഭരതനാട്യം ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇത്രയും വരുന്ന സംഭവത്തിനെ ആസ് ആൻ ആക്ടർ ഐ ഹാവ് ടു ട്രെയിൻ മൈസെൽഫ്. അപ്പോൾ ഏത് സ്റ്റൈലിനെ നമ്മൾ കാണാൻ നേരത്തെ നമ്മുടെ ബോഡിയിൽ അതിലേക്ക് മാറ്റുന്ന ഒരു ട്രാൻസിഷനല്ല. നമ്മൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നതിന് അതിലേക്ക് മാറാനൊരു സമയമെടുക്കും. അതാണ് ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഇത്രയും അധികം ചെറിയൊരു ടഫ് വന്നത്. അത് ഇത് തന്നെയായിരുന്നു ഇവരുടെ സ്ട്രഗിൾ. കാരണം ഇതൊരു സ്റ്റൈൽ ആയതുകൊണ്ട് ആ ഒരു ബോഡി ലാംഗ്വേജിലേക്ക് എത്താനായിട്ട് കുറച്ച് സമയം അത് 100% ഉണ്ട് പണ്ട്. പക്ഷേ ഇത് ഇങ്ങനൊരു ഇത് ശരിക്കും ഒരു ബോഡി കോർഡിനേഷൻ ആണ്. പക്ഷെ അന്ന് ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു ടീച്ചിങ് സെഷനോ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അല്ല ഇപ്പൊ ഇഷ്ടം പോലെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഡാൻസ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്, ഒരുപാട് സ്റ്റുഡിയോസ് ഉണ്ട്. സോ ബട്ട് അതിലെല്ലാത്തിനകത്ത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവർ പഠിക്കുന്നത് ഹിപ്ഹോപ്പുകളാണ് കൂടുതലും. അപ്പം നിങ്ങൾ പഴയ ഒരു ഡിസ്കോയുടെ മൂവ്മെന്റ് നിങ്ങൾ കൊണ്ടുവരാൻ വന്നാൽ ഇവരെ സംബന്ധിച്ചോളം വന്നിട്ട് ആ ഫുട് വർക്ക് വേറെയാണ്. അതെ അതെ അതെ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ പോകുന്ന ഒരു സാധനം പെട്ടെന്ന് അത് ഈസി അല്ല. മനസ്സിലായോ? ഒന്ന് നമുക്ക് കാര്യം ഇങ്ങോട്ടും അടിച്ചിട്ട് പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഈസിയാണ്. അപ്പം ഇവർ ആ ഹിപ്ഹോപ്പിൻ്റെ ഒരു സാധനത്തിനകത്തേക്ക് വരാൻ നേരത്തുണ്ടാകുന്ന പഠിച്ച പിള്ളേർക്ക് മറ്റ് മൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് വരുമ്പോൾ സ്റ്റൈല് എടുക്കാനായിട്ട് കുറച്ച് പ്രയാസം വരും. അതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് വീഴാനുള്ളൊരു ട്രാൻസിഷൻ പീരീഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാലേ
നിങ്ങൾ ഡാൻസേഴ്സായിട്ട് വന്നു, ഓക്കെ, ഇവിടെ ഇവർ വന്നിട്ട് ഒരു ട്രെയിനിങ് സെറ്റ് വയ്ക്കുകയാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വന്നിട്ട് ശരിക്കും ഇതിലേക്ക് വരാൻ ട്രാൻസിറ്റ് ചെയ്യാനായിട്ടുള്ള ആ ട്രാൻസിഷൻ പീരീഡിൽ നിങ്ങൾ ഫേസ് ചെയ്ത പ്രോബ്ലം എന്താണ്? നമ്മൾ ഓൾറെഡി ഡാൻസേഴ്സ് ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നത്. പക്ഷേ ഇത് മാഷ് പറഞ്ഞെന്ന രീതി അതൊക്കെ കണ്ടപ്പോഴത്തേക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മൾ അതിശയം. കുറച്ച് ഭയങ്കര ടഫായിരുന്നു. ആ ബ്രേക്കും ആ ഒരു വേവ്സും ഇതൊക്കെ നമ്മൾ വേറെ സ്റ്റൈലിൽ കളിച്ച് വന്ന ആൾക്കാരാണ്. അതാണ്. അതുകൊണ്ട് പഴയത് വരുമ്പോഴത്തേക്കും അതിന്റെ ഭയങ്കര നല്ല പാടുപെട്ടു. അതാണ് എല്ലാവരും അതിന്റെ രീതിയിലായിട്ട് നല്ല പാടും. അല്ല, അത് വരും. ബേസിക്കലി അതാണ്, നമ്മൾ ഡാൻസേഴ്സാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾ വേറൊരു ഫോമിലേക്ക് വരുമ്പോഴത്തേക്കും ആ ട്രാൻസിഷൻ വരുന്ന നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങൾ തരണം ചെയ്തത്? പ്രാക്ടീസിലൂടെയാണ്. അത് ശ്രീത് മാഷ് ഉള്ളതുകൊണ്ട് മാത്രം തരണം ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. നിങ്ങൾ ആക്ച്വലി ഡാൻസേഴ്സായി ഈസി ആയിട്ട് നമ്മളിത് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞ് വന്നിട്ട് ഇത് ചെയ്യാൻ പറ്റാതായപ്പോഴേ മാനസിക പ്രശ്നങ്ങളുണ്ട്. ഇത് ഷൂട്ടിംഗ് സമയത്തൊക്കെ എടുക്കണ്ടേ, ഒരുമിച്ച് എല്ലാവരും കളിക്കുന്ന സമയത്ത് ഞാനൊക്കെ സിനിമാറ്റിക് കളിച്ചു വന്നതാ. പെട്ടെന്ന് ബ്രേക്കിംഗ് പോപ്പിംഗ് ലോക്കിംഗ് കാണുമ്പോൾ എന്ത് തേങ്ങയാണെന്ന്. എന്നിട്ട് അത് മാത്രമല്ല, നമ്മളത് കാണുമ്പം പിന്നെ പഴയ വീഡിയോ കാണുമ്പോൾ ഓക്കെ ഇതെന്ത് പുതിയതിലുള്ളത് രണ്ടുണ്ടാവും. പക്ഷെ ഇത് എങ്ങനെ സ്റ്റൈല് പിടിക്കും, പുതിയ സ്റ്റൈലും പോപ്പിംഗ് ഇതൊക്കെ എല്ലാം ഇപ്പം നമുക്കറിയാലോ പഴയ സാധനങ്ങളൊക്കെ. ഇത് എങ്ങനെ പിടിക്കുമെന്നറിയില്ല. പക്ഷെ നമ്മളാ ഈ ബ്രേക്കിങ്ങും പോപ്പിങ്ങും ലോക്കിങ്ങും ചെയ്യാത്തതുകൊണ്ട് നമ്മൾ എനിക്ക് കളിച്ചു വന്നപ്പോൾ എനിക്ക് ആ സൈഡ് പിറ്റി എനിക്കറിയില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് സിബിയാണ്. മൈക്കിൾ, അത് ശരിക്കും അവൻ മൈക്കിൾ ജാക്സനെ ട്രെയിൻ ചെയ്ത് മാത്രം വന്ന ആളാണ്. അപ്പൊ അവര് അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് വരാൻ അല്ല, അത് എന്താ പറയാ, ശരീരത്തിൽ മുഴുവനും തിങ്കിങ്ങിൽ മുഴുവനും നമ്മൾ മൈക്കിൾ ജാക്സനെ ആക്കി എടുത്ത് തന്നെത്താനെ അതിലേക്ക് മാറി നിൽക്കുന്നവരുടെ അടുത്ത് നിങ്ങൾ വേറൊരു സ്റ്റൈല് പറഞ്ഞാൽ മൊത്തം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സാറാണ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എന്നോട് എനിക്ക് ഒരു കാര്യം പറഞ്ഞു തരുമ്പോൾ എനിക്കത് മനസ്സിലാവില്ല. സാറിന് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് ക്ലാഷ് ആവും. എനിക്ക് ദേഷ്യം വരും, ഞാൻ മാറിയിരിക്കും. അല്ല, അതിപ്പോ കുറ്റം കൊണ്ടില്ല. കാരണം വേണ്ട, എനിക്ക് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിപ്പോയി ഞാൻ. അതായത് എനിക്ക് സാറോട് പറയുന്നത് ആ ഒരു അല്ല, അത് 100% അതിൻ്റെ കാരണം എന്താ പറയുക, നമ്മൾ സ്വയമായിട്ട് നല്ലതായിട്ട് ഈ ഡാൻസ് പ്രാക്ടീസ് ചെയ്ത് മൈക്കിൾ ജാക്സൺ ചെയ്ത് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് നമുക്ക് ഭയങ്കര പേര് കിട്ടിയിരിക്കുക. നമ്മൾ അതിനകത്ത് ശരിക്കും നമ്മൾ ത്രില്ഡാണ്. നമുക്ക് മറ്റുള്ളവനേക്കാളും മൈക്കിൾ ജാക്സൺ ഡാൻസ് നമ്മൾ നന്നായിട്ട് ചെയ്യും. അവിടെയാണ് ബ്രേക്കിൽ മാഷ് വേറൊരു മൂമെന്റ് പറയുന്നു, അത് ചെയ്യാൻ പറ്റാതാവുമ്പോൾ ഇത്രയും പേരുടെ മുമ്പിൽ ഇത് മൊത്തം നമുക്ക് പ്രശ്നമായിരിക്കും. ശരിക്കും ഇതല്ലേ സംഭവിച്ചേ? പ്രാക്ടീസിനിടയ്ക്ക് ഒരു ദിവസം എൻ്റെ അടുത്ത് ഞായറാഴ്ച രാവിലെ പറഞ്ഞു ഈ പള്ളിയിൽ പോകണം, എൻ്റെ കൂടെ വരുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഞാൻ പോവാം, രാവിലെ പോവാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പോവാം. പോയിട്ട് അവിടെ പള്ളി കുറേ നേരം ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരമൊന്നുമില്ല. തിരിച്ച് ഞങ്ങളുടെ ആരുടെ ബൈക്ക് എടുത്തിട്ടാണ് പോയത്. തിരിച്ചു വരുമ്പോൾ പറയണം ഞാൻ തിരിച്ച് ചാലക്കുടി പോയാലോ, എനിക്കൊന്നും പറ്റുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, അത് അങ്ങനെയാണ്. നമ്മൾ അതിൽ വീടിൻ്റെ താമസം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഓരോ സ്റ്റൈല്, ഓരോ ഫോം, നമ്മുടെ ബോഡി അതുമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടി വരുന്നൊരു സമയം മാത്രമേ ഉള്ളൂ. അനുദാദിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞാൻ പിന്നെ ബേസിക്കലി ഡാൻസർ അല്ലാത്തതുകൊണ്ട് ഒരു സ്റ്റൈലും ദേഹത്തില്ലാത്തതുകൊണ്ട് അല്ല, അത് എന്താ പറയാ, റോ ആയിട്ട് നിൽക്കുന്നവന് ഈസിയാ. അവനിപ്പോ വന്നിട്ട് എന്ത് വന്നാലും വന്നിട്ട് അവര് ചിലപ്പോ ഈസി ആയിരിക്കും. ഞാൻ ഇന്നലെ പറയണമെന്ന് വെച്ചു, ഞങ്ങൾ ഇന്നലെ വേറൊരു പ്രൊമോഷൻ പോയപ്പോഴേക്കും അപ്പൊ മനോജും പിന്നെ ഇവിടെ ഫ്രണ്ട് നിന്ന് ലീഡ് ചെയ്തോണ്ടിരിക്കുക. യാതൊക്കെ പുറകെ നിന്ന് അനു ഒളിച്ചു അതില് മധുസാർ സാർ പുള്ളി എന്റെ അയൽനാരെ കണ്ടിട്ട് സൂപ്പർ ഡാൻസ്. ഒരുപാട്
ഫ്രണ്ട് എല്ലാരും വലത്തോട്ടേക്ക് പോകുമ്പോൾ മാത്രം അടുത്തോട്ട് കളിക്കുന്നത് എങ്ങനെയുണ്ടായിരുന്നു കൊള്ളായിരുന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ കളിക്കലായിരുന്നു പക്ഷേ ഒരു പഴയ സ്റ്റൈലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല നമ്മളൊന്ന് അത് കാണിച്ചത് എന്റെ ഡാൻസ് അത് നമുക്കൊന്ന് കാണാമല്ലോ. ആശ അവിടുത്തെ കൈ കാണിക്കണം, അബദ്ധമൊന്നും കാണിച്ചോ. അവിടെ നിന്ന് എടുത്തോ സാറിന്റെ. ഞാൻ കണ്ട് ഞാൻ ഫോളോ ചെയ്തോളാം. ഓക്കെ റെഡി. എല്ലാവർക്കും കൊടുക്കുക. പേടിയാണ്. ഓക്കെ റെഡി. സാറിന്റെ ഒരു എന്തെങ്കിലും നമ്മളിവിടെ ഇന്റർവ്യൂവിന് ആദ്യം വന്നപ്പോ സാറിന്റെ ഡാൻസ് നമുക്ക് ലൈവായിട്ട് കാണാമല്ലോ. എന്തെങ്കിലും മ്യൂസിക് കിട്ടോ? ഞങ്ങളുടെ കാലത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് പറയാം. അത് ഇങ്ങനെ പോകുന്ന ഒരു സാധനം. ഓക്കെ റെഡി. ഇരുന്നൂടെ സാർ ചെയ്താൽ നമ്മൾ ഫോളോ ചെയ്യാല്ലേ? സാർ നമ്മൾ ഫോളോ ചെയ്യാം. ഞാൻ ചെയ്യാം. എനർജി അതാണ്. അയ്യോ ഞാൻ അതുകൊണ്ട് മാത്രം നടക്കണേ. സാർ എപ്പോഴും ചെയ്യാറുണ്ടോ പ്രാക്ടീസ് എന്തെങ്കിലും? പ്രാക്ടീസ് അല്ല, ഞാൻ മ്യൂസിക് കേട്ട് തന്നെ കളിച്ചു. സാറിന്റെ എനർജി നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ല, ഞാൻ റിയാലിറ്റി ഷോ ചെയ്തത്. അതിനകത്ത് ഞങ്ങൾക്ക് ഒരു റൗണ്ട് ഉണ്ടായിരുന്നു, ഡിസ്കോ റൗണ്ട് എന്ന് പറഞ്ഞിട്ട്. ശരിക്കും സാറിന്റെ റെഫറൻസ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തത് ഡിസ്കോ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വേണ്ടി. പിള്ളേരെ ഏറ്റവും കൂടുതൽ റെഫറൻസ്, കാരണം പേരൻസിന്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ പണ്ടത്തെ സോങ് അല്ലായിരുന്നു നമുക്ക് ഇളമൈ ഇതോ അതുപോലെ ഞാൻ അതാ ചെയ്തത്. അപ്പൊ നമ്മള് വീട്ടുകാരോടൊക്കെ റെഫറൻസ് ചോദിക്കുമ്പോൾ ആ പഴയ രവീന്ദ്രൻ കൊണ്ട് ആക്ടർ കൊണ്ട് എടുത്ത് നോക്കാം. അപ്പൊ എല്ലാരും സാറിന്റെ റെഫറൻസ് നമ്മളിൽ ശരിക്കും എന്താ പറഞ്ഞാൽ എനർജി നമ്മുടെ മനസ്സിൻ്റെയാണ്. നമ്മൾ തളരാതിരിക്കുക. ആക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും വന്നിട്ട് അപ്പോൾ യൂത്തായിട്ടിരിക്കും. നമ്മൾ വേറെ ഒന്നും എല്ലാം മറന്ന് ഹാപ്പി ആയിട്ട് എപ്പോൾ നോക്കിയാലും നമ്മൾ എനർജി ആയിട്ടിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. എനർജി പോയോ അവൻ സോ കീപ് യുവർ എനർജി അപ്പ്. ആ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും എനർജി കിട്ടും. നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഡിവൈറ്റിൽ നിന്ന് എടുക്കാൻ പറ്റും ശരിക്കും. നമ്മളപ്പോൾ നമ്മൾ മറക്കുകയാണ് എല്ലാം നടന്നത്. സോ നമുക്ക് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും മറക്കും. അത് ചെയ്യാൻ പറ്റും. പക്ഷേ ചില സമയത്ത് സ്റ്റേജിലേക്ക് ഇരിക്കുമ്പോഴേ ഇതിന് താഴെ വീക്ക് ആവുന്ന ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അത് അതെന്താ ഒരു ഫിയർ ഉള്ളിൽ കിടക്കണോണ്ടാ. ആ ഫിയർ ചിലർക്ക് ഏറ്റവും വലിയ പ്രശ്നം പറയാം. ചിലർക്ക് ടെൻഷൻ ആയിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഭയങ്കര പരിപാടി കഴിഞ്ഞാൽ പെട്ടെന്ന് ബാത്റൂം പോകാൻ അതെ ഇതിൽ ഫസ്റ്റ് ടൈം ചെയ്തിരുന്ന കുറെ ആളുകളുണ്ട്. അവരൊന്നും അവരുടെ ചോദിക്കാലോ. അത് ചോദിക്കാം. ഇതിനു മുമ്പ് ഡാൻസ് ചെയ്തിട്ടില്ല? ഇല്ല. സാർ പറഞ്ഞ പോലെ ഫുൾ സ്റ്റിഫായിരുന്നു ബോഡി. ഇപ്പോൾ വർക്കൗട്ട് ഒക്കെ ചെയ്തു, സ്ട്രെച്ച് ഒന്നും ചെയ്യാണ്ട് അങ്ങനെ ഇരുന്നത്. അപ്പോഴാണ് ആദ്യം നോക്കി നീ എന്താണ് ഇങ്ങനെയാണ് ബേസിക്കലി ഇങ്ങനെയായിരുന്നു. എന്നിട്ട് കുറേ പാടുപെട്ട് രാത്രിക്ക് ഇരുന്ന് ഡാൻസ് കളിച്ചാണ്. അല്ല, അത് ബേസിക്കലി ഞാൻ ഈ പറയുന്ന പ്രശ്നം തന്നെ ഇവർ ഫേസ് ചെയ്യാം. ബോഡി റിജിഡ് ആവും. കാരണം ഇവർ എല്ലാം സ്റ്റിഫായിട്ട് പിടിച്ചിട്ടില്ല, ഇങ്ങനെ നല്ല നടക്കണം. ശ്വാസം പിടിക്കും. ഡാൻസിനാവുമ്പോൾ നമ്മൾ ഇതെല്ലാം കുഴയേണ്ടി വരും. അപ്പോൾ എപ്പോൾ നോക്കിയാലും നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എവറി ജോയിൻ്റ് നിങ്ങൾ വന്നിട്ട് കറക്റ്റ് മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കറക്റ്റ് ആവണം. ഈ ജോയിൻ്റ് ആണ് നമ്മൾ റിജിഡ് ആക്കുന്നത്. ഇതിന്റെ മൂവ്മെന്റിനെ കുറിച്ച് എല്ലാവരും ആ സമയത്ത് അല്ല കളിയാക്കട അല്ല, ജസ്റ്റ് ഫൺ. അല്ല അവൻ കളിക്കും, അവൻ കളിച്ച് അല്ല ഇഷ്ടമാവും. ഞാൻ കഴിക്കും. അവ ആക്ച്വലി ഇങ്ങനെയൊക്കെ വരും.
അല്ല അത് കുഴപ്പമില്ല. ഡെഫിനറ്റ് ആയിട്ട് ഈ പ്രശ്നം എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും. അല്ല, അത് ഈ സെയിം അനുഭവമാണ് സിബിക്ക് ഉണ്ടായിരുന്നത്. കാരണം സിബി ഇതിൽ വന്ന സമയത്ത് ശരിക്കും ആ വീഡിയോ കണ്ടറിയാൻ പറ്റും. ആദ്യത്തെ ഒരു ബോഡി ലാംഗ്വേജ് അല്ല ഇവൻ ഷൂട്ട് ചെയ്ത സമയത്തുള്ള ബോഡി ലാംഗ്വേജ് നല്ല ചേഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ആ വീഡിയോ ഉണ്ട്, പഴയതും. അല്ല അത് കാരണമാണ്. കാരണം ഈ മൈക്കിൾ ജാക്സനെ കംപ്ലീറ്റ് ഇമിറ്റേറ്റ് ചെയ്ത് പഠിച്ച് അതിൻ്റെ ഓരോ ചലനങ്ങളുമാണ് മനസ്സിൻ്റെ ഉള്ളിലുള്ളൂ. അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും മൈക്കിൾ ജാക്സൺ ഇരിക്കുന്ന പോലെയൊക്കെ ശാന്തി, അനുനാഥ്, സിബി, ഞങ്ങളെ മുഖത്തോട് മുഖം നോക്കി സ്റ്റെപ്പിലും ചെയ്യണേക്കാട്ടിൽ കൂടുതൽ നമ്മൾ ചെയ്യും. സഹായിക്കും, പിന്നെ അമിച്ചേട്ടൻ, മാഷി പറഞ്ഞ ഇതൊക്കെ നമ്മളെയൊക്കെ പറഞ്ഞ സിനിമ തീർന്നാലും എന്നിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് ടേക്ക് 10 പറഞ്ഞ് തേക്ക് വെക്കാൻ കാലാണ്ട് അടിച്ച് കൊടുക്കും നമ്മളെ. ഏറ്റവും കൂടുതൽ ടേക്ക് നമ്മളെ കാരണമാണ്. അതൊരു പ്രശ്നമല്ല. കാരണം ഇതൊരു അനുഭവമാക്കി എടുക്കുക. ഇനി എല്ലാ ദിവസവും ഇനിയിപ്പോൾ നിങ്ങൾ ഇറങ്ങാൻ പോവല്ലേ, നമ്മൾ എന്ത് കഴിഞ്ഞാലും എന്താണ് എന്നുള്ളതിനേക്കാളും കൂടുതൽ എപ്പോഴും പ്രിപ്പയർ ആയിരിക്കണം. അതുപോലെ തന്നെ വേറെ സാർ ഇതിൻ്റെ അത് വേറെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഈ ഒരു ടൈം ഒരു പീസ് ഷൂട്ട് ചെയ്ത സമയത്ത് ഇവരതിന് മുമ്പ് ഒരു 3 to 4 days ഉറങ്ങാതെ കണ്ടിന്യൂസ് ഷൂട്ടായിരുന്നു. നൈറ്റ് ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സോങ് ഷൂട്ട് ചെയ്യുമ്പോൾ ഇവരുടെ അടുത്ത് മൂവ്മെന്റ് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ്, ഔട്ടായിട്ട് ബ്ലാങ്ക് ആവും. അതെന്നറിയാമോ, ബ്രെയിൻ വർക്ക് ചെയ്യില്ല. നമ്മൾ അത് സാധാരണ വന്നിട്ട് ബ്ലോക്ക് എന്ന് പറയും. ഇപ്പം ഈ റൈറ്റേഴ്സ് ബ്ലോക്ക് പോലെ തന്നെ നമ്മൾ ഓവറായിട്ട് കഴിഞ്ഞാൽ എൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യില്ല. നമ്മൾ വളരെ ക്രിയേറ്റീവ് ആയിട്ട് മാറി. പക്ഷെ ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ, ഇത് എങ്ങനെ ഷൂട്ട് ചെയ്യുന്നതായി. ഇപ്പം ഇവർ പറഞ്ഞിട്ട് വേറൊരു കാര്യം 4-5 കൊറിയോഗ്രാഫി നമ്മൾ ഒരുമിച്ചിട്ടാണ്. ആശ പെട്ടെന്ന് മറ്റേ 3ാമത്തെ കൊറിയോഗ്രാഫി ഞങ്ങള് ഞാനാകെ നോക്കണത് ഇവരും, കാരണം അവര് കുറെ കോൺഫിഡന്റ് ആണ്. ഫ്രണ്ടിൽ നിൽക്കുന്നതാണ്. ഞാൻ നിൽക്കുമ്പോൾ ഇതേപോലെ പുറകില് ഞാൻ ഉള്ളിൽ ഉറങ്ങാണ്. അത് ശരിയാണ്. അല്ല അത് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഇതെല്ലാം വരും. നമ്മള് മൂവ്മെന്റ് കാണിച്ചു കൊടുത്തിട്ട് പോലും അവർക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ ആ ഒരു സക്സസിലേക്ക് എത്താൻ കാരണം കൂടുതലും എന്റെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റൻസ് എല്ലാവരും. അല്ല ഒരു ഡാൻസിന് നമ്മൾ പോവുകയാണെങ്കിൽ ഡാൻസേഴ്സുമായിട്ട് ഡാൻസ് അസിസ്റ്റൻസുമായിട്ട് നല്ല വൈബ് ഉണ്ടാക്കുന്നത് എപ്പോഴും നമുക്ക് ഗുണം ചെയ്യും. പക്ഷെ അത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത് ക്ലൈമാക്സ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ബുദ്ധിമുട്ട് മീൻസ് അത് കോമ്പറ്റീഷൻ അല്ല, കോമ്പറ്റീഷൻ ആയിരുന്നു. പക്ഷേ അതിൽ ഇവരുടെ പെർഫോമൻസിന് കുറേ സ്ട്രഗിൾ ചെയ്ത് വന്നിട്ടുണ്ട്. മൂവ്മെന്റ്സ് പിക്ക് ചെയ്യാനും സിങ്ക്രണൈസേഷൻ ക്രിയേറ്റ് ചെയ്യാനും. അല്ലെ ഇതിലെന്താ പറഞ്ഞാൽ സാധാരണ ഇത്തരം സിനിമകൾ വരാൻ നേരത്ത് ഓൾറെഡി ഉള്ള ഡാൻസേഴ്സിനെയാണ് എടുക്കാറ്. കംപ്ലീറ്റ് സിനിമയിൽ നിന്നൊക്കെ എടുക്കുക. എനിക്ക് തോന്നുന്ന പ്രഭുദേവയുടെയൊക്കെ സിനിമയിൽ വന്ന് അങ്ങനെ ചെയ്തവർ ഓൾറെഡി ഉള്ള ഗ്രൂപ്പുകളെ തന്നെ എടുത്തത്. നിങ്ങളിത് ഭയങ്കര സ്ട്രെയിനുള്ളൊരു പണി തന്നെയായിരുന്നു. കാരണം അത് വലിയൊരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ് ശ്രീജിത്തിന് മാസ്റ്റർ കൊടുത്തത് വന്നിട്ട്. കാരണം നിങ്ങൾ പലരും പല സ്ഥലത്തുനിന്ന് വന്നവർ അതിൽ വന്നിട്ടുള്ളതിനകത്തേക്ക് പല രീതിയിലേക്ക് വന്ന ആൾക്കാർ അവർ നിങ്ങൾ വന്നിട്ടുള്ളതിന് കാരണം ഇതിന് ഡാൻസിൻ്റെയോടൊപ്പം തന്നെ ആക്ടിങ്ങിനും ഇമോഷൻസിനും ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെയും കൂടി വേണം എന്നുള്ളതുകൊണ്ട് ത്രൂ ഔട്ട് ഡാൻസ് മാത്രമല്ലാത്തതുകൊണ്ട് നിങ്ങളെയും കൂടി അതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യിപ്പിച്ച് ഇതിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത് ഒരു വലിയൊരു പ്രയത്നം തന്നെ ഉണ്ടായി കാണാം. വി ആർ ഓൾ വെയിറ്റിംഗ് ആക്ച്വലി നിങ്ങളുടെ അടിപൊളി സിനിമകൾ കാണാനും കാര്യം ആരുടെയൊക്കെ ഇനിയുള്ളതിന് പെർഫോമൻസ് ചെയ്യാനുള്ള ആക്ച്വലി വന്നിട്ടില്ല. 2-3 പെർഫോമൻസ് നമുക്കൊന്ന് കണ്ടുപോകാം ഇരുന്നിട്ട്. ഇത് ഇപ്പൊ നമ്മളെ ഈ സിനിമയില് ഈ മൈക്കിൾ ജാക്സനെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് പറഞ്ഞ പിള്ളേരുടെ ഒരു സ്റ്റോറി കേൾക്കാൻ പോകാം. അപ്പോ സാറിന്റെ കാലഘട്ടത്തിൽ ഇപ്പൊ ഈ പറയുമ്പോൾ സന്തരും സാറ് കണ്ട് ഇൻസ്പയർഡ് ആയി കാണുമല്ലോ. അപ്പൊ സാറിനൊരു മുൻപോക്ക് ചെയ്ത് കാണിക്കുന്നു. ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞു ഞാൻ
ജോൺ ട്രവോൾട്ടയാണ് ഞങ്ങളുടെ ആൾ. ജോൺ ട്രവോൾട്ട ഞാൻ ശരിക്കും അത് കഴിഞ്ഞാണ് മൈക്കിൾ ജാക്സൺ വന്നത്. പക്ഷെ അഫ്കോഴ്സ് ഞങ്ങളപ്പോൾ അഡോപ്റ്റ് ചെയ്യേണ്ടി വന്നു എല്ലാ മൂവ്മെൻറ്റും. പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ അപ്പോഴും ആക്ച്വലി ജോൺ ട്രവോൾട്ടയുടെ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അതിനോട് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. കാരണം ഒരുപക്ഷെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വന്നിട്ട് ഞാൻ ഈ പടം വന്നിട്ട് എനിക്ക് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജോൺ ട്രവോൾട്ട സാറ്റർഡേ നൈറ്റ് ഫീവർ. അത് പ്രേമത് മൂൺവാക്ക് ജോൺ ട്രാവോൾട്ട മൂൺവാക്ക് ചെയ്താൽ എങ്ങനെ ഇരിക്കും? അല്ല സാറ് അത് മിമിക്രിക്കാരി വേണ്ട, അത് കുഴപ്പമില്ല. നമുക്ക് ഞാനിവിടെ നിങ്ങളുടെ ഒപ്പം ചെയ്തല്ലോ. ഞാൻ നിന്ന് ചെയ്യാനല്ല, നമ്മൾ ഇരുന്ന് ചെയ്യാനാണ് ഇവിടെ വേണ്ടേ. നന്നായിട്ടുണ്ട്, നിങ്ങളുടെ ട്രെയിലർ നന്നായിട്ടുണ്ട്, നിങ്ങളെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞു ഇയാളൊക്കെ അടിപൊളി ഭയങ്കര പെർഫോമൻസ് ആട്ടോ, ഭയങ്കര ശരിക്കും വന്ന് തിയേറ്ററിലൊക്കെ വന്ന് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഞാൻ ആദ്യമേ തന്നെ 2-3 ക്ലിപ്പുകൾ ഞാൻ ഇതിനകത്ത് കണ്ടിട്ടുണ്ട്, മറ്റേ നായകൻ നായികയുടെ. അതെല്ലാം വന്ന് നന്നായിട്ട് യഥാർത്ഥത്തിൽ ഈ ഗ്രൂപ്പ് തന്നെ, അവരുടെ ഗ്രൂപ്പ് എല്ലാം ഇപ്പോൾ സിനിമയിലുണ്ട്. വിൻസി അല്ലേ, എല്ലാവരും ഉണ്ട്. ഇവരുടെ ഒരു സാധനം, ഒരു മേക്കപ്പ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ബ്യൂട്ടി പാർലറൊക്കെ വന്നിട്ട് ഭയങ്കര ക്ലിക്കായിട്ട് ഞങ്ങൾ ആ സമയത്ത് കണ്ട സാധനങ്ങളാണ് ആക്ച്വലി വന്നിട്ട്. പിന്നെ ഞാൻ ഇവരെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട്. പിന്നെ ഡെഫിനറ്റായിട്ട് നിങ്ങളെല്ലാം കൂടി ഉണ്ടല്ലോ, എല്ലാവരും വന്നിട്ട് നിങ്ങളെല്ലാം അടിപൊളി പെർഫോമൻസ്. ഞാൻ ഈ മറ്റേ ഇത് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഞാൻ കണ്ടു ഷുവറായിട്ടും. ഇപ്പോൾ അടുത്ത